ഒരുപാട് ചാനൽസ് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ, സ്റ്റിക്കേഴ്സ് പ്രിൻ്റ് എടുത്തിട്ട് ചാനലിന് വേണ്ടിയിട്ട് യൂസ് ആക്കുന്നത്. അങ്ങനെ ഞാനും സ്റ്റിക്കേഴ്സ് പ്രിൻ്റ് എടുത്തിട്ടുണ്ടായിരുന്നു. ആദ്യം തന്നെ പിൻട്രസ്റ്റ് ഓപ്പൺ ചെയ്തിട്ട് നമ്മൾ പ്രിൻറ്റബിൾ സ്റ്റിക്കേഴ്സ് നോക്കാം. വൈ സ്റ്റിക്കേഴ്സ് അങ്ങനെ എന്താണ് നിങ്ങൾക്ക് ആവശ്യമുള്ളത് വെച്ചാൽ അത് ടൈപ്പ് ചെയ്ത് കൊടുക്കണം കേട്ടോ. അപ്പോൾ ഇതുപോലെ ഇങ്ങനെ വരും. അതിനുശേഷം ക്ലിയർ ഉള്ള പിക്ചേഴ്സ് വേണം നമ്മൾ ഡൗൺലോഡ് ചെയ്യാനായിട്ട്. അത് പ്രത്യേകം ശ്രദ്ധിക്കണം, എന്നാലേ നമുക്ക് പ്രിൻ്റ് എടുക്കുന്ന ടൈമിൽ ക്ലിയർ ഉണ്ടാവുള്ളൂ. ജസ്റ്റ് ഒന്ന് സൂം ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും കേട്ടോ അതിൻ്റെ ക്ലാരിറ്റി എത്രത്തോളം ഉണ്ടെന്ന്. അങ്ങനത്തെ എനിക്ക് ആവശ്യമില്ല പിക്ചേഴ്സൊക്കെ ഞാനൊന്ന് ഡൗൺലോഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഞാൻ ഓൾറെഡി സേവ് ചെയ്തതാണ് കേട്ടോ പ്രിൻറ്റ് ചെയ്ത് കാണിക്കുന്നത്. നിങ്ങൾക്ക് സേവ് ചെയ്തും വെക്കാം. അപ്പോൾ ഇതൊക്കെയാണ് ഞാൻ സേവ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നത്. അങ്ങനെ അത് മൊത്തം നമ്മൾ ഡൗൺലോഡ് ചെയ്യണം കേട്ടോ. ശേഷം നമ്മൾ ക്യാൻവ ആപ്പിൽ പോയിട്ട് A4 ഡോക്യുമെൻറ്റ് സെലക്ട് ചെയ്യുക കേട്ടോ. അതിനുശേഷം നമുക്ക് ഇതിൽ അറേഞ്ച് ചെയ്ത് വെക്കാം. A4 ഷീറ്റിലാവുമ്പോഴത്തേക്കും നമുക്ക് സ്റ്റിക്കേഴ്സ് ആണെങ്കിൽ 4 എണ്ണമാണ് കേട്ടോ വെക്കാൻ പറ്റുക. അതാവുമ്പോൾ നമുക്ക് കറക്റ്റ് സൈസിൽ കിട്ടിക്കോളും. അല്ലാതെ 1ഉം 2ഒക്കെ വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ അത് ഓവർ സൈസ് ആയിട്ട് പോകും. പിന്നെ ഒരേ സ്റ്റിക്കേഴ്സ് തന്നെ നിങ്ങൾക്ക് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ അതേ സ്റ്റിക്കർ നമ്മൾ എഗെയിൻ ഡ്യൂപ്ലിക്കേറ്റ് അടിച്ചിട്ട് 4 എണ്ണം ആക്കിയിട്ട് വെച്ചാൽ മതി കേട്ടോ. നമ്മൾ സൂം ചെയ്തിട്ട് വെക്കുമ്പോഴത്തേക്കും ചിലപ്പം ക്ലിയർ ഒന്ന് കുറവാകും. അപ്പോൾ അങ്ങനെ സെറ്റ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ മതി. നമുക്ക് ഇല്ലസ്ട്രേഷനും കവായ സ്റ്റിക്കേഴ്സും അതുപോലെ കോഡ്സും കാര്യങ്ങളും ഒക്കെ നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാം. ഞാനും കുറച്ച് കോഡ്സും കാര്യങ്ങളൊക്കെ ഡൗൺലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ A4 സൈസ് ഫുള്ളായിട്ടാണ് നിങ്ങൾക്ക് സെയിം പിക്ചറാണ് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഡ്യൂപ്ലിക്കേറ്റ് ആക്കിയിട്ട് വീണ്ടും ഇങ്ങനെ അറേഞ്ച് ചെയ്ത് വെച്ചാൽ മതി കേട്ടോ. അല്ലാതെ വൺസ് എടുത്ത ആ പിക്ചറിനെ തന്നെ സൂം ചെയ്ത് വെക്കണ്ട. അപ്പം നമുക്ക് പ്രിൻ്റ് എടുക്കുമ്പോൾ അത്ര ക്ലാരിറ്റി കിട്ടില്ല കേട്ടോ. പിന്നെ കോഡ്സും കാര്യങ്ങളും അങ്ങനെ പലതും ഉണ്ട് പ്രിൻ്റ് എടുക്കാനായിട്ട്. നിങ്ങൾ ഏതാச்சுം സെർച്ച് ചെയ്ത് നോക്കിയിട്ട് ചെയ്താൽ മതി. അതിനുശേഷം നമുക്ക് ഡൗൺലോഡ് ചെയ്യാം കേട്ടോ. ഡൗൺലോഡ് ചെയ്തതിന് ശേഷം നമ്മൾ PDF-ലോ അല്ലെങ്കിൽ ഈ PNG ഇമേജിലാക്കിയിട്ടോ നമ്മൾ സേവ് ചെയ്തിട്ട് വാട്സപ്പിൽ അയച്ചു കൊടുത്താൽ മതി പ്രിൻറ്റ് ചെയ്യുന്ന ടൈമിൽ. ഇനിയിപ്പോൾ അല്ലാന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഇത് ചെയ്യാൻ ബുദ്ധിമുട്ടാണെന്നുണ്ടെങ്കിൽ നമ്മൾ സ്റ്റിക്കേഴ്സ് സേവ് ചെയ്തിട്ട് അത് അവിടെ പോയിട്ട് അവർ സെറ്റ് ചെയ്ത് തരും ചെയ്യും കേട്ടോ. അപ്പോൾ നമുക്കൊന്നും കൂടെ ഈസിയാവും. നമ്മൾ തന്നെ അറേഞ്ച് ചെയ്ത് വെക്കുമ്പം ഒന്നും കൂടെ ഈസി ആയിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. സംഭവം സൂപ്പറാണ്. നമുക്ക് ഇഷ്ടമുള്ള സ്റ്റിക്കേഴ്സും കാര്യങ്ങളൊക്കെ ഡൗൺലോഡ് ചെയ്യാൻ പറ്റുന്നത് നല്ലൊരു കാര്യമാണ്.